കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് സൗഖ്യമായി ഉറപ്പ് കൊടുത്ത് വിട്ടതാ. കേൾക്കണം നിങ്ങളെ. മെഡിക്കൽ റിപ്പോർട്ട്. ഈ പാസ്റ്റർമാരുടെ രോഗശാന്തി ശുശ്രൂഷയിലെ ഏറ്റവും വലിയ തമാശയാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവന്മാർ ഇത് എന്തുദ്ദേശിച്ചാ ഈ മെഡിക്കൽ റിപ്പോർട്ട് കളിക്കുന്നതെന്ന് മനസ്സിലായില്ല. കാരണം ഇത് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. ദൈവം എന്നാൽ എന്ത്, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ഈ മഹാ ഹീലിംഗുകാരൻ പ്രവർത്തിക്കുന്ന ചില രീതികൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയ്ക്ക് വന്നിട്ട്. കാരണം മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് രോഗമുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം ദൈവപുത്രന്റെ അടുത്തോട്ട് വരുവാ. ഇത് ഈ ടിജോയോ എന്തോ ഒരു പേര്, ഏതോ ഒരു നാറി, ഒരു കള്ളൻ. ഇവൻ കള്ളനാ, അത്രേ ഉള്ളൂ. ഇവനെ കള്ളനെ വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ കള്ളന്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് ഇന്ന അസുഖമായിരുന്നു. അപ്പോ കള്ളൻ പ്രാർത്ഥിച്ചപ്പോ അങ്ങ് ഇത് ശരിയായി. മെഡിക്കൽ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് കള്ളൻ അടുത്തോട്ട് വരുന്നത്. എന്നാൽ ഈ കള്ളക്കഴുകളുടെ മോന്റെ അടുത്തോട്ട് തനിക്ക് ശ്വാസം മുട്ട് ഉണ്ടാകുന്ന ചെന്നിട്ട് എന്നിട്ട് എന്താ ഈ പട്ടിക്കഴുകളുടെ മോനെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ? യേശുവിന് ഡയഗ്നോസിങ് അറിയത്തില്ലേടേ? അല്ല അറിയാൻ മേലെന്നിട്ട് ചോദിക്കുക, യേശുവിന് ഈ ഡയഗ്നോസിങ് സെറ്റപ്പ് ഒന്നും ഇല്ലേ? ടെസ്റ്റ് ചെയ്ത് ഇന്ന അസുഖമാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ചെന്നാൽ യേശു ഒന്ന് ക്യൂർ ചെയ്യും. ഈ കളി ശരിയാകത്തില്ല. ഇതൊക്കെ നിർത്തിക്കോ. ചെയ്തു എന്നാലും നാണക്കേടാ. എടാ കള്ളപ്പാസ്റ്റേ, പട്ടി, നാളെ ഇല്ലാത്ത ചെറ്റേ, നിനക്ക് ബാക്കി പാവപ്പെട്ടവരെ പറ്റിച്ച് ജീവിക്കുക നീ കേട്ടോ. യേശുവിന് അത്ര ഉറപ്പൊന്നും ഇല്ലല്ലേ? ഇത് എവിടുത്തെ യേശുവാടാ ഇത്? നീ ഏത് യേശുവിന്റെ മറ്റവനാ? അതുകൊള്ള അഡിനോയിഡ്സ് എന്നാണ് ആ രോഗത്തിന്റെ പേര്. ശ്വാസകോശം ചുരുങ്ങിയിട്ട് ശ്വാസം വിടാതിരിക്കുക. ഈ മോന്റെ കാര്യമായി പറയുന്നേ. ഇവര് കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടുന്ന വരുന്നേ? ഞാൻ തിരുവല്ല വരുന്നേ. അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന സമയത്ത് മോന്റെ ശ്വാസകോശം ചുരുങ്ങി പോകുന്ന രോഗമായിട്ടായി മോനെ കൊണ്ട് ഇവിടെ വന്നേ. ഞാനെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചു, ശ്വാസകോശം ചുരുങ്ങുന്ന രോഗത്താൽ ഈ മോൻ ഒരിക്കലും മരിക്കത്തില്ല, ഇവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഈ മോനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുക. കൊണ്ടുപോയി വീണ്ടും ചെക്കപ്പ് ചെയ്തിട്ട് മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വാ. എന്നാൽ ഇപ്പോൾ കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെ ഒരു രോഗമില്ല. വിശ്വസിക്കുന്നവർ ആരെയും പറ്റിക്കുന്നത് അവൻ പറഞ്ഞോ. ഇപ്പോ പറയുന്ന രീതി കണ്ടോളെ. എന്നിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പൊ രോഗമില്ല. ആ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ പഞ്ച് കൊടുത്തിട്ട് ആ സ്ഥലത്ത് പ്രത്യേകം ഒന്ന് ഹൈലൈറ്റ് ചെയ്തോണ്ട് പ്രസന്റേഷൻ കൊള്ളാം. ഈ ഊളകള് ഏറ്റവും തറ മനുഷ്യർ കൂടുതൽ ഇങ്ങനത്തെ എഫക്ട് കൊടുത്താൽ ഇറക്കും. അങ്ങനെ ഒരു രോഗമില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആദ്യത്തെ എക്സ്റേ എടുത്തപ്പോൾ 3 ദിവസത്തിനകം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്കിങ്ങനെ കൊട്ടാരക്കര പോയി ടിനോ ജോർജ് ബ്രദറിനോട് പോയി പ്രാർത്ഥിക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുത്തിട്ട് നോക്കുക. എന്തും മൈനാണ് നീ നോക്കുന്നത് പട്ടി. രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കും, കിടക്കത്തില്ല, കാരണം ശ്വാസം വിടാൻ മേല. അപ്പൊ അവൻ എക്സ്റേ പഠിക്കുന്ന കണ്ടോ? എക്സ്റേ പഠിക്കുക എന്ത് പറയാ ഈ നോക്കി മനസ്സിലാക്കിയത്? പിന്നെ ഇവൻ നോക്കി ഇവനെ ഏതറിയ ഊച്ചാളി. അപ്പൊ ഓപ്പറേഷൻ ചെയ്തേ പറ്റുമെന്ന് ഡോക്ടർ തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഓപ്പറേഷൻ വേണ്ടാത്ത ഒരു ദൈവം നമുക്കുണ്ട്, നമുക്ക് ആ ദൈവത്തിനടുത്ത് പോവാം. എനിക്കത് നല്ല വിശ്വാസം. എന്റെ മകൻ എന്നോട് പറഞ്ഞു, എന്റെ കൊച്ചുമോനാവും പറഞ്ഞു, അവന്റെ അമ്മൂമ്മോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊട്ടാരക്കര പോയി പ്രാർത്ഥിക്കും, ആ ദൈവത്തിന്റെ ദാസന്റെ തലയെ പറ്റി കൈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കും, എനിക്ക് തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാൻ മേല, ഞാൻ അവിടുന്ന് വരുമ്പോൾ തണുത്തതെല്ലാം കഴിക്കും. അങ്ങനത്തെ ആൾക്കാരായി വരുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ല, ചിന്തിക്കാൻ ഒരു തുള്ളി ബോധവും ഇല്ലാത്തവന്മാരല്ലാതെ ആരെങ്കിലും ഇവന്റെയൊക്കെ പരിപാടിക്ക് പോകുന്നുണ്ടോ? ഇപ്പൊ നല്ല സംശയമുണ്ട്. കാരണം ഇതൊക്കെയാ കാണിക്കുന്നത്. ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഏറ്റവും തണുപ്പ് കൂടിയ 2 ഐസ്ക്രീം ഞാൻ മാറ്റും. യേശു ക്രിസ്തു ഇത് ക്യൂർ ചെയ്തു. എന്നിട്ട് ഇവ വീണ്ടും വിട്ടേക്കോ ടെസ്റ്റ് ചെയ്യാൻ, എക്സ്റേ എടുക്കാൻ. പൊട്ടറെ കളിക്കുന്നത് എവിടെ നിന്ന് വന്നാണ് ഇവനൊക്കെ? യേശു ക്യൂർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എക്സ്റേ എടുക്കാൻ വിട്ടവനൊക്കെ എന്തോ ചെയ്യണ്ടേ? എന്നിട്ട് അവൻ നോക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെടാതെ. ഇവൻ എന്നാ പാറി അറിയാമോ ഈ പൊട്ടനെ ടീച്ചോ നാളെ? അവൻ എന്തെങ്കിലും ഇച്ചിരി അറിയുകൊണ്ടാണ്, അവൻ എന്തെങ്കിലും ഇത്തിരി പറ്റിയത് അവൻ ഈ പണിക്ക് വരത്തില്ല. ഒന്നാണ് ഈ നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കാൻ. ഓ ഇവന്റെ മക്കളെയും ഭാര്യയൊക്കെയാ സമ്മതിക്കുന്നത്. കണ്ടവന്റെ എന്തോടാ ഇത്? നിന്റെ കൊച്ചൊക്കെ എവിടെടാ? അവരെന്താ ചെയ്യുന്നത്? വീഡിയോ കാണുന്നുണ്ട്. മോനെ നീ നിന്റെ അപ്പനോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കുന്ന ഒരുത്തിന്റെ മകനായിട്ട് ജീവിക്കാൻ എനിക്ക് നാണക്കേടുണ്ട് എന്റെ അപ്പ എന്ന് പറഞ്ഞു കൊടുക്ക്. നിർത്താൻ പറയുന്നത്. അവന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി കാണുമല്ലോ ഇത് കാണിച്ചിട്ട്. ഇനി ഇങ്ങനെ കോടികൾ ഉണ്ടാക്കണോ? മറ്റേ പുള്ളി ഉണ്ടാക്കിയ പോലെ ഹോസ്പിറ്റലൊക്കെ പണിയണമായിരിക്കും. ഇനി പ്രാർത്ഥിച്ച് രോഗം ഭേദമാക്കി ലാസ്റ്റ് പണിയുന്നതാണ് ഹോസ്പിറ്റൽ. അതെന്തിനാന്ന് മനസ്സിലായില്ല. സ്കൂള് ഹോസ്പിറ്റലൊക്കെ പണിയുക ആശയില്ലേ? ദൈവത്തിന് ഹോസ്പിറ്റല് അമൃതാനന്ദ പോയുള്ള ദൈവത്തിനൊക്കെ ഹോസ്പിറ്റലുണ്ട്. എന്തിനാ ഈ ഹോസ്പിറ്റല്? അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് കൺഫ്യൂഷൻ ആയിട്ട് കിടക്കുക. ഇതാണോ ദൈവം? ഒരു പ്രശ്നവും ഉണ്ടായില്ല. തളർവാദക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് അവരെ വിടുവിച്ചത്. ഉറച്ച വിശ്വാസം എനിക്കുണ്ടായി. അങ്ങളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ ശേഷം ആ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അന്ന് തന്നെ വാ പോലും തുറക്കാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഉറക്കമായിരുന്നു. വായ അടച്ചു കിടന്നു. തിരുവല്ലയിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്. ഞാൻ അവരുടെ അടുത്ത് മോനെ കൊണ്ടുപോയി. ഞാൻ ആദ്യത്തെ എക്സ്റേ കൊടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത്
ഓപ്പറേഷൻ ചെയ്യണം, പേടിക്കാനൊന്നുമില്ല, ഇലക്ട്രിക് കട്ടിംഗ് ആണ്, അങ്ങനൊന്നും വലിയ പ്രയാസപ്പെടൊന്നും വേണ്ട, ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത എക്സ്റേ കയ്യിലോട്ട്, അത് ഞാൻ വിടാൻ അടുത്ത എക്സ്റേ കൈ കൊടുത്തു. ഇതൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്റേ കയ്യിലോട്ട് കൊടുത്തു. അപ്പൊ നോക്കിയിട്ട് പറഞ്ഞ് ഇതിലൊന്നും കാണാനില്ല. ഒരുത്തം വന്നേക്കോ, എന്നിട്ട് ആള് കാണിച്ചോണ്ടോ, ആള് വലിയ നമ്പറാണ് കാണിച്ചത്. സ്വന്തം മോനാണോ കൊച്ചുമോനാണോ ആരും ആയിക്കോട്ടെ, എന്നാ പോലും ഇങ്ങനെയൊക്കെ ചെയ്യോ? ഡോക്ടറെ അടുത്ത് കൊണ്ടിട്ട് ആദ്യം ഒരു ഇത് കൊടുക്കുന്നു, എന്നിട്ട് നോക്കുന്നു, ഡോക്ടർ എന്താ പറയുന്നത്, കളിക്കുക. പിന്നെ നീ എന്താണ് നാറി പിന്നെ ഇതിലൊക്കെ പോയത്? ആദ്യം ചെക്ക് ചെയ്യാൻ, ചെക്കപ്പ് ചെയ്തിട്ട് പോകുന്നു. എങ്ങനെ ഈ രോഗം, ഈ രോഗത്തിന്റെ പേരൊക്കെ നീ പറഞ്ഞല്ലോ, നീ എനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ രോഗത്തിന് ഒരു മരുന്ന് വായിച്ചു കൊടുക്കുന്നു? അതുമല്ല, ഓ സമ്മതിക്കണം. മോനെ ആരാ സൗഖ്യമാക്കിയേ? കർത്താവപ്പച്ചനാ സൗഖ്യമാക്കിയേ. കരമടിച്ച യേശുവിനെന്ന് നന്ദി പറഞ്ഞാട്ടെ. കൊച്ചുകൂടെ ആരാ ക്യൂർ ചെയ്തേ മോനെ? ആരാ മോനെ രക്ഷിച്ചേ? എന്തോ ഒരു അപ്പച്ചനോ? ഏതാണ് ഈ പട്ടി അപ്പച്ചൻ? ഈ കൊച്ചുകളെ ഇങ്ങനെ പറ്റിക്കരുത്. ഈ കൊച്ചുപിള്ളേർ ചുമ്മാ ആവശ്യമില്ലാത്ത വിശ്വസിച്ച് എന്തെങ്കിലും പറയുന്നേ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ചിലർ അതിനെ പുകവലിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവന്റെ കാര്യം. ചിലർ ഇത് വെച്ച് കാശുണ്ടാക്കുന്നു, പല രോഗങ്ങളുടെ പേര് പറഞ്ഞ് എന്താണ് ഈ നാടിന് സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പൊ മിക്കവാറും നാട്ടിൽ ഈ ഗവൺമെന്റ് വക ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു സാധനം ചെയ്യേണ്ടി വരും. ഈ പുകവലിക്കെതിരെയൊക്കെ വന്ന ഐറ്റം പോലെ ഈ പാസ്റ്റർമാർക്കെതിരെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്താണ് ആരുമൊന്നും പറയാത്തത്? ഒരിടത്ത് പ്രാർത്ഥന, ഒരിടത്ത് രോഗശാന്തി, ഒരിടത്ത് ഓമ്പിക്കൽ, ഒരിടത്ത് പീഡനം, എന്നിട്ടും ഇനിയും നിങ്ങൾ എന്തിനെ പുറകെ പോകുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരാൾ വേണം. അല്ലാതെ ഇത് ശരിയാത്തില്ല. ഇതാണോ യേശു? എനിക്കറിയത്തില്ല. യേശു ഒരു തകർപ്പൻ കോമഡിയാ. ഇങ്ങനെ പോയ യേശുവിനെ ഉണ്ടല്ലോ നാട്ടുകാർ വീണ്ടും ചുമ്മാ എല്ലാവരും ആണ് ക്രൂശിച്ചത്. ഇത്ര ഉടായ്പല്ലേ കാണിക്കുന്നത്? പിന്നെ എങ്ങനെ തല്ലിക്കൊല്ലാണ്ടിരിക്കും? എന്നിട്ട് കുറെ കള്ളന്മാർ വീണ്ടും പൊക്കി എടുത്തുണ്ടെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കുന്നവരെല്ലാം കള്ളനാണ്. അത് ഉറപ്പാ. ഇത്ര അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ യേശുവിനെ പൊക്കി പിടിച്ചു നടന്നവരെല്ലാം കള്ളന്മാരാണ്. യേശുവും കള്ളൻ അല്ലേ? ഇത് സംഭവിക്കത്തില്ല. ഇങ്ങനെ സംഭവിക്കും? നീ പറ. ഒരു കള്ളനല്ലേ വേറൊരു കള്ളനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അല്ലേ? അങ്ങനെ ആയിരിക്കണമല്ലോ. അല്ല, ഇതിനകത്ത് കുഴപ്പമുണ്ട്. ഇത് മുഴുവൻ കള്ളത്തിലാ. യേശു ഇതിനൊക്കെ വലിയ ഉടായ്പാകും. മറ്റേത് കണ്ണ് കാണത്തില്ലെന്ന് കാഴ്ച കൊടുത്തെന്ന് പറയുന്നത് ഇതൊക്കെ ഇതുപോലെ ആക്ടിംഗ് ആയിരിക്കും. അന്നേ ഇത് പുള്ളി ചെയ്ത് കാണിച്ച വ്യക്തിയാണ് യേശു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. എവിടെ ആരുടെ കൊണ്ടൊക്കെ പറയുന്നത് എനിക്ക് അതാണ് ഇതാണ്, നീ ചട്ട പോലെ കിടക്കുക, ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് ഞാൻ കാലം വന്നിട്ട് ഒരു കോൾ ഇടും, ഇങ്ങനെ മാത്രം നീ എഴുതിട്ട് പോകണം, നീ ചത്ത് കിടക്കുന്ന കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ആരാണ്ട് പാവങ്ങളെ പറ്റിച്ചവനാണ് യേശു. അത്രേ ഉള്ളൂ. ഇത് കണ്ടാൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ കാണിക്കുന്നവരുടെ അങ്ങനെ തോന്നിയത് ആ കൊച്ചിനെ കൊണ്ട്